നമസ്കാരം. ട്രെയിനിനൗ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. എറണാകുളം ആലുവയിലുണ്ടായ 2 വാഹനാപകടങ്ങളിലായി 2 മരണം. കണ്ണൂർ പെരുമ്പയിലെ ബൈപ്പാസിന് സമീപം 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രവാസിക്ക് ദാരുണാന്ത്യം. തൃശൂർ കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 20 പേർക്ക് പരിക്ക്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. ചികിത്സയ്ക്ക് നേതൃത്വം നൽകി ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3-അംഗ സംഘം. പ്രസവ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും റിപ്പോർട്ട്. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് OP ബഹിഷ്കരണം തുടരാൻ KGMOയെ 24 ജില്ലാ വ്യാപകമായി OP ബഹിഷ്കരിക്കാൻ തീരുമാനം. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിക്കും. വണ്ടാരത്തെ ചികിത്സാ പിഴവിൽ ഡോക്ടർ J. ഷാഹിദയെ പ്രതി ചേർക്കും. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദ. ചികിത്സാരേഖകൾ പോലീസ് ശേഖരിച്ചു. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് DMOയ്ക്ക് അപേക്ഷ നൽകി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരം ഇന്ന്. ആദ്യ മത്സരം മുംബൈ സിറ്റിക്കെതിരെ. അവസാന നിമിഷം വരെയും GCDയെയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നിലനിന്ന തർക്കം പരിഹരിച്ചത് രാത്രിയിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട്. രാത്രി പെയ്ത ശക്തമായ മഴയിൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ചോർന്നൊലിച്ചു. കലൂർ സ്റ്റേഡിയം മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തിയത് ഫയർഫോഴ്സും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്ന്. ഇന്നലെ രാവിലെ 11:30 തുടങ്ങിയ രക്ഷാപ്രവർത്തനം പൂർത്തിയായത് ഇന്ന് പുലർച്ചെ 1:30. മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷം വൈദ്യുതി വിച്ഛേദിച്ച് പൂച്ചയെ രക്ഷിച്ചു. പൂച്ചയെ തോപ്പുംപടിയിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. ചൂടിലും ആശ്വാസമായ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകൾ നേരിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഫെബ്രുവരി 25 വരെ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. അപകട വാർത്തകളിലേക്കാണ്. എറണാകുളം ആലുവയിലുണ്ടായ 2 വാഹന അപകടങ്ങളായി 2 പേർ മരിച്ചു. ആലങ്ങാട് പാനായിക്കുളം തോട്ടകത്ത് വീട്ടിൽ സാജു ജോസഫ്, തോട്ടക്കാട്ടുകര കുഴിനികത്തിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. ആദർശ് മുക്കടയുടെ വിവരം നൽകാൻ. ആദർശ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്? എന്താണ് സംഭവിച്ചത്? നീത, ആലുവയിൽ വ്യത്യസ്തങ്ങളായ 2 വാഹനാപകടങ്ങളിൽ 2 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ 2 അപകടങ്ങളും നടന്നത് ഇന്നലെ രാത്രിയിലാണ്. ഈ 2 അപകടങ്ങളിലായി 2 പേർ മരണപ്പെട്ടു. ആലങ്ങാട് പാനായിക്കുളം തോട്ടകത്ത് വീട്ടിൽ സാബുവിന്റെ മകൻ സാജു ജോസഫ്, അതോടൊപ്പം തന്നെ തോട്ടക്കാട്ടുകര കുഴിനികത്തിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ ആദിത്യൻ എന്നിവരാണ് വ്യത്യസ്ത അപകടങ്ങളിലായിട്ട് മരണപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ആലുവ ഇസ്ലാമിക് സ്കൂളിന് സമീപം സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ചാണ് സാജു ജോസഫ് മരണപ്പെടുന്നത്. അയാൾ സംഭവ സ്ഥലത്തു നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് മരണപ്പെട്ടത്. ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അപകടം നടന്നത് പറവൂർ കവലയിൽ രാത്രിയിൽ ആണ് ഈ അപകടം നടക്കുന്നത്. അജ്ഞാത വാഹനം ഇടിച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ആദ്യത്തെ മരണപ്പെടുന്നത്. ഈ 2 അപകടങ്ങളും അതിദാരുണമെന്ന് തന്നെ പറയാം. കാരണം 2 അപകടങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് 2 യുവാക്കൾക്കാണ്, 2 ചെറുപ്പക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. സമീപമായ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ ഒട്ടേറെ അപകടങ്ങൾ എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആലുവ പ്രദേശത്ത് തന്നെ 2 അപകടങ്ങൾ കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള രീതിയിൽ 2 അപകടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ രാത്രിയെ സംബന്ധിച്ച് രാത്രിയിൽ വലിയ തോതിലുള്ള മഴ വൈകുന്നേരം മുതൽ തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു.
ഈ മഴയും കാലാവസ്ഥയും എല്ലാം തന്നെ പലയിടങ്ങളിലും അപകടത്തിന് കാരണമായിട്ടുണ്ട്. അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ള പല അപകടങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ്. ഏതായാലും നീത, ആലുവയിൽ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആദ്യ അപകടം നടക്കുന്നത് ആലുവ ഇസ്ലാമിക് സ്കൂളിന് സമീപം സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ചാണ് സാജു ജോസഫ് എന്ന യുവാവ് മരിക്കുന്നത്. രണ്ടാമത്തെ അപകടം പറവൂർ കവലയിലാണ്. ഏതായാലും ആലുവയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. നീത, ആദർശാണ് വിവരങ്ങൾ നൽകിയത്. 2 വാഹന അപകടങ്ങളായി 2 യുവാക്കളാണ് ആലുവയിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊരു വാഹനാപകടം സംഭവിച്ചത് ആ വാഹനം ഇടിച്ച ആളെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ആദർശ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി തൃശ്ശൂരിലേക്ക് പോകാം. കുന്നംകുളത്തെ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 20 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നഗരമധ്യത്തിലെ വൺ വേ ജംഗ്ഷന് സമീപം രാത്രി 10:30 ഈ അപകടം ഉണ്ടാവുന്നത്. മുന്നിൽ പോയ ചെങ്ങന്നൂർ സൂപ്പർഫാസ്റ്റ് ബസ്സിന് പുറകിൽ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചിട്ടാണ് അപകടമുണ്ടാകുന്നത്. അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മണികണ്ഠൻ വരവൂരുണ്ട്. മണികണ്ഠൻ, എന്താണ് സംഭവിച്ചത്? ഈ അപകട ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിലുള്ളൊരു അപകടമായൊക്കെയാണ് തോന്നുന്നത്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ? രാത്രി ഈ അപകടം ഉണ്ടായത് 2 KSRTC ബസ്സുകളും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 20 പേർക്ക് 2 ബസ്സിലേക്ക് കൂട്ടി 20 പേർക്കാണ് ഇപ്പൊ പരിക്ക് പറ്റിയിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. നഗരമധ്യത്തിലെ കുന്നംകുളം പട്ടാമ്പി റോഡിൽ നഗരമധ്യത്തിലെ വൺ വേ ജംഗ്ഷന് സമീപമാണ് ഇന്നലെ രാത്രി KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് ഒരേ ദിശയിൽ പോകുന്ന KSRTC ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. ഒന്നിന് പുറകിൽ ഒരു KSRTC ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാകാം എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം. ഇപ്പോൾ ബ്രേക്ക് ചവിട്ടികൾ മറ്റേ KSRTC പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചെങ്ങന്നൂർ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് പുറകിലാണ് മറ്റേ തിരുവനന്തപുരം റൂട്ടിലോടുന്ന KSRTC ബസ് സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. 50ഓളം യാത്രക്കാരുണ്ടായിരുന്നു. 2 ബസ്സിലും കൂടി 20 യാത്രക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് കുന്നംകുളം പട്ടാമ്പി റോഡിൽ മണിക്കൂറുകളോളമാണ് ഇന്നലെ രാത്രി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത്. ഈ ഇക്കാര്യത്തിൽ KSRTC അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിത, മണികണ്ഠനാണ് വിവരങ്ങൾ നൽകിയത്. 2 ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് തൃശ്ശൂരിൽ അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ്സും സ്വിഫ്റ്റ് ബസ്സും കൂടി ഇടിച്ചിട്ടാണ് ഒരു അപകടമുണ്ടായിരിക്കുന്നത്. 20 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അപകടത്തിൽ എന്നുള്ളത് ആണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്തായാലും ആ ഒരു ഇടിയുടെ ആഘാതം നമ്മൾ കാണുമ്പോൾ വലിയൊരു അപകടമാണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ണൂരിലും വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. 6 വാഹനങ്ങളാണ് അവിടെ കൂട്ടിയിടിച്ചത്. അതിൽ പ്രവാസി മരിച്ചു. തായ്നേരി പള്ളി ഹാജി റോഡ് സ്വദേശി MP കാസിമാണ് മരിച്ചത്. സൗദിയിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയതായിരുന്നു. അതിനുശേഷമാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. സജീവൻ വടക്കുംപാടുണ്ട്. സജീവൻ, എങ്ങനെയായി 6 വാഹനങ്ങളൊക്കെ ഒന്നിച്ചിങ്ങനെ അപകടത്തിൽപ്പെടുന്നത്? നീത, ഇത് ദേശീയപാതയിൽ പയ്യന്നൂർ പെരുമ്പയിലാണ് സംഭവം. ഇതൊരു കവലയാണ്. ഈ കവലയിൽ നിരവധി അപകടങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ ഒരു ലോറിക്ക് പിറകെ മറ്റൊരു നാഷണൽ പെർമിറ്റ് ലോറിക്ക് പിറകെ ഒരു ലോറി വരികയായിരുന്നു. ആ ലോറി കൊണ്ട് തമ്മിലടിച്ചു. പിന്നീട് തുടർന്ന് ഇതിന് പിന്നാലെ വരുന്ന സ്കൂട്ടറുകളും തുടർന്ന് ഈ ലോറിയെ പിറകെയടിച്ചു. അങ്ങനെയാണ് ഈ അപകടത്തിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരനായ തായ്നേരി പള്ളി ഹാജി റോഡിലെ MP കാസിം എന്ന 49-കാരൻ മരണമടഞ്ഞത്. ഇയാൾ അടുത്തിടെയാണ് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ഗുരുതരമായി തലക്ക് പരിക്കേറ്റ ഇയാള് പരിയാര മെഡിക്കൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാത്രി 7 മണിയോടെ മരണപ്പെടുകയായിരുന്നു. ഇയാളുടെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ തുടർന്ന് നാട്ടുകാരും റോഡിൽ കൂടെ നാട്ടുകാരും മറ്റുമാണ് ഈ ലോറിക്ക് അടിയിൽ നിന്ന് ഇയാളെ പുറത്തെടുത്ത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചത്. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. AK അഹമ്മദിന്റെയും MP സഫിയുടെയും മകനാണ് ഇയാൾ. M റസീനിയാണ് ഭാര്യ. 2 മക്കളുണ്ട്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ട് തായ്നേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. ഈ പയ്യന്നൂർ പെരുമ്പയിൽ ഈ കവലയിൽ ഇത്തരത്തിൽ ഒരു മാസത്തിനിടെ 6 അപകടങ്ങൾ നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്.
ഈ കവലയിൽ ഒരു ബസ് ഷെൽട്ടറും കൂടിയുണ്ട്. അപ്പോൾ ബസ് ഷെൽട്ടറിൽ ബസ്സുകൾ നിർത്തിയിട്ടാൽ പിന്നിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ ബസ്സിനെ മറികടന്നു പോകുമ്പോൾ നിരവധി അപകടങ്ങൾ വരാറുണ്ട്. സ്കൂൾ കുട്ടികളടക്കം ഈ ഭാഗത്ത് നിരവധി തവണ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇവിടെ ട്രാഫിക് മറ്റ് സിഗ്നലുകളോ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യങ്ങളോ ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അതിനാൽ തന്നെ ഇന്നലെ അപകടം നടന്നപ്പോഴും ഇവർ ഏറെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇതൊരു സ്ഥിരം അപകട കവലയായി മാറുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ശരി, സജീവൻ വടക്കുംപാടാണ് വിവരങ്ങൾ നൽകിയത്. ഈ 6 വാഹനങ്ങളൊക്കെയാണ് ഒരേ സമയം അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയുന്നത്. അതിലൊരു പ്രവാസിയായിട്ടുള്ള ഒരാളാണ് മരിച്ചത്. വളരെ സങ്കടകരമായ കാര്യമാണ്. നാട്ടിൽ ലീവിനായി എത്തിയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ഈ അപകട വാർത്തകളിൽ പ്രതികരിക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഡോക്ടർ ഉപേന്ദ്രനാരായണൻ നമ്മളോട് ചേരുന്നുണ്ട്. നമസ്കാരം സാർ. ഈ അപകട വാർത്ത നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ സാർ തന്നെ എപ്പോഴും വിഷമത്തോടെ പറയുന്നതാണ് ഈ യുവാക്കളുടെ കാര്യം. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു വാഹനാപകടത്തിൽ 2 വാഹനാപകടങ്ങളിൽ 2 യുവാക്കളാണ് മരിച്ചിരിക്കുന്നത്. അതെ അതെ, കാര്യം ഏറ്റവും ദുഃഖം എന്ന് പറയുന്നത് അവരുടെ നല്ല പ്രായത്തിൽ റോഡിൽ അപകടം ഉണ്ടായി മരിക്കുക എന്ന് പറയുന്നത് നികത്താനാകുന്ന ഒരു നഷ്ടമല്ലല്ലോ. കാര്യം നമ്മുടെ നാട്ടിലെ യുവാക്കളാണ് ഏത് രാജ്യത്തിന്റെയും ശക്തി എന്ന് പറയുന്നത്. കാര്യം അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കളായിരിക്കും, പലപ്പോഴും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരിക്കും, മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കും. അതൊക്കെ ഭാവിയിലെ വലിയ വാഗ്ദാനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് കുടുംബത്തിന് മാത്രമല്ല, ഒരു ദേശീയ നഷ്ടം കൂടിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് 2 വീലർ ഓടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കാര്യം 2 വീലർ മൂലം ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ കേരളത്തിൽ കുത്തനെ കൂടിയിട്ടുണ്ട്. കാര്യം ഇടതുവശം ചേർന്ന് പോയേ മതിയാവും. പലപ്പോഴും ശ്രദ്ധിക്കുന്നത് 2 വീലറുകൾ റോഡിന്റെ ഒത്ത നടുവിലൂടെ പോകുന്നതാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വെട്ടിത്തിരിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. കാര്യം ലോറികളും ബസ്സുകളും കാറുകളും റോഡിന്റെ ഇടതുവശത്തേക്ക് വെട്ടിച്ചു മാറ്റാനോ ഒന്നും പറ്റില്ലല്ലോ. കാര്യം അത് ഒരു വീതി കൂടിയ വാഹനമാണ്. അതേസമയം 2 വീലർ എന്ന് പറഞ്ഞാൽ ആകെ 1 മീറ്റർ വീതിയേ ഉള്ളൂ. നമുക്ക് പരമാവധി ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ, മിതമായ വേഗത്തിൽ പോയാൽ ഹെൽമറ്റും മറ്റ് സേഫ്റ്റി ഫിറ്റിംഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ റോഡ് അപകടം ഉണ്ടായാൽ തന്നെ രക്ഷപ്പെടും. ഇത് ചെറുപ്പക്കാരുടെ ഒരു ഹരം എന്ന് പറയുന്നത് സ്പോർട്സ് ബൈക്കാണ്. ഈ സ്പോർട്സ് ബൈക്കുകൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. അപകടം എപ്പോൾ വരുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം കമ്മ്യൂട്ടർ ബൈക്കുകൾ മേടിച്ച് നമ്മൾ ഓടിക്കുന്നതിന് പകരം വില കൂടിയ സ്പോർട്സ് ബൈക്കിന്റെ കുതിരശക്തി കൂടുതലാണ്, സ്പീഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ഈ ഏത് റോഡ് അപകടം നോക്കിയാലും സ്പോർട്സ് ബൈക്കുകളുടെ അപകട നിരക്ക് കുത്തിനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു മഴയൊക്കെ പലയിടങ്ങളിലും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ആകാമല്ലേ ഈ അപകടത്തിന് കാരണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഇന്നലെ എറണാകുളം റൂറൽ ഡിസ്ട്രിക്റ്റിലൊക്കെ നല്ലവണ്ണം മഴ പെയ്തു. അപ്പൊ ഈ ഡ്രൈ സർഫസിൽ നിന്ന് പെട്ടെന്ന് മഴ വരുമ്പോൾ റോഡിനൊരു വഴുക്കൽ ഉണ്ട്. കാര്യം കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് മഴ ഒട്ടും തന്നെ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്നുള്ള മഴ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ഗ്രീസ് അല്ലെങ്കിൽ റോഡിലെ മറ്റ് സംഭവങ്ങളെല്ലാം കൂടി ഒരു വഴുവഴുക്കൽ, ഒരു സ്ലിപ്പറി റോഡായിട്ട് മാറും. മഴ പെയ്താൽ ഉടൻ തന്നെ നമ്മൾ വേഗത വളരെ കുറയ്ക്കണം, ടയറുകളുടെ കണ്ടീഷൻ മനസ്സിലാക്കണം, ഇടതുവശം ചേർന്ന് പോകണം, ഡിം ലൈറ്റ് ഇട്ട് പരിശീലിക്കണം. കാര്യം ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പോകുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന് കാണാൻ പറ്റില്ല. അത് ലോറിക്കാരും ഹെഡ്ലൈറ്റ് ഡിം ചെയ്തു പോയാൽ തന്നെ നമുക്ക് നല്ലവണ്ണം അപകടം കുറയ്ക്കാൻ പറ്റും. കഴിവതും നിങ്ങൾ ഈ രാത്രി കാലത്ത് 2 വീലർ ഓടിക്കാതിരിക്കുകയാണ് അത്യുത്തമം. അതാണ്. മറ്റൊരു അപകടം തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. സാർ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് 2 ബസ്സുകൾ കൂട്ടിയിടിച്ചിട്ടാണ്. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായതുപോലെ തന്നെ തോന്നും. കാരണം പുറകിൽ നിന്ന് വന്ന KSRTC ബസ്, സ്വിഫ്റ്റ് ബസ് KSRTC ഇടിക്കുകയാണ്. എന്തായാലും 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് തൽക്കാലം നമുക്ക് ആശ്വസിക്കാൻ തോന്നുന്നു. അതെ അതെ, കാര്യം KSRTC ബസ്സുകളുടെ അപകട നിരക്ക് കുത്തനെ കൂടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, റോഡ് സുരക്ഷയുടെ മന്ത്രിയും കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളാണ് KSRTC. അവരുടെ എണ്ണം 4000-5000 ബസ്സുകളെ KSRTC ബസ്സുകൾക്ക് ഉള്ളൂ, ഫ്ലീറ്റ് സ്ട്രെങ്ത്. പക്ഷേ KSRTC ഇൻവോൾവ് ചെയ്യുന്ന ബസ്സുകൾ അപകടങ്ങളുടെ നിരക്ക് കൂടിയിട്ടുണ്ട്. കൂടാതെ 2 മരണങ്ങൾ ആവറേജ് പെർ ഡേ ഈ KSRTC മാത്രം കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് തടയാനായിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം.
പല KSRTC ബസ്സുകളും മറ്റ് യാത്രക്കാർക്കും കാർ ഓടിക്കുന്നവർക്കും എല്ലാം ഒരു വലിയ ഭീഷണിയാണ്. മനഃപൂർവ്വം പിന്നിച്ചെന്നിരിക്കുന്നുണ്ട്. പല വണ്ടിക്കും ബ്രേക്ക് ലൈറ്റ് ഇല്ല. കാര്യം ഈ വാഹനങ്ങളെല്ലാം എയർ ബ്രേക്ക് സിസ്റ്റം ഉള്ളതാണ് ബസ്സുകൾ. ഇപ്പൊ നമ്മുടെ കാർ ഓടിക്കുന്നവർക്കൊന്നും എയർ ബ്രേക്കോ 2 വീലർ ഓടിക്കുന്നവർക്കൊന്നും എയർ ബ്രേക്ക് സിസ്റ്റം ഇല്ലല്ലോ. അപ്പോ ബസ് ചവിട്ടിയാൽ അവിടെ നിൽക്കും. പക്ഷെ പിന്നിന്ന് വരുന്നവന്റെ വണ്ടി അവിടെ നിൽക്കണമെന്നില്ലല്ലോ. നിൽക്കണമെങ്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തിക്കിടക്കണം. ദാറ്റ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൈവറ്റ് ബസ്സിനൊക്കെ ബ്രേക്ക് ലൈറ്റ് പിന്നെയുണ്ട്. പല KSRTC ബസ്സിനും ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത മൂലമായിരിക്കണം ഈ അപകടം പിന്നിൽ നിന്ന് സ്വിഫ്റ്റ് ബസ് KSRTC സൂപ്പർ ഫാസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത്. അല്ലെങ്കിൽ ഈ KSRTC സ്വിഫ്റ്റ് ബസ് ഓടിച്ച ആള് സഫീഷ്യന്റ് ആയിട്ടുള്ള സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കാണില്ല. ഇതും സംഭവിക്കാം. ഈ റോഡിൽ ഒരു മര്യാദയുണ്ട്. നമ്മൾ സ്പീഡ് കൂടുന്തോറും നമ്മൾ മറ്റൊരു വാഹനമായിട്ടുള്ള അകലം, അതായത് സേഫ് ഡിസ്റ്റൻസ് കുറെ കൂടി കൂട്ടണം. ഇതൊക്കെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ പരിശീലിപ്പിക്കാതെ പുതിയ ബസ്സുകളും മറ്റും പരിശീലനമില്ലാത്ത ഡ്രൈവർമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ നെഞ്ചത്തൂടെ കയറിപ്പോവും. അവരുടെ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഗതാഗത തടസ്സവും സ്തംഭനവും ഉണ്ടാകും. ഒരു അരക്ഷിതാവസ്ഥ റോഡിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ്. ഇനി കണ്ണൂരിലേക്ക് പോയാൽ അവിടുത്തെ ഒരു അപകടം 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ് അപകടം നടക്കുന്നത്. അതെ, അത് ഇത് തന്നെയാണ്. ഒരു വാഹനവും മറ്റൊരു വാഹനവും തമ്മിലുള്ള സേഫ് ഡിസ്റ്റൻസ് വിദേശ രാജ്യങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 60 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 10 മീറ്റർ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെ പോകാൻ പാടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കുക. ഒമാനിലെ, US-ലെ, UK-ലെ, ജർമ്മനിയിലെ ഒക്കെ ട്രാഫിക് ലെങ്തി ആയിട്ടുള്ള ട്രാഫിക് ഉണ്ടാവും. പക്ഷെ അതിന്റെ കുത്തിക്കയറ്റി പോകുന്ന പരിപാടി അവിടെ ഇല്ല. അത് കുറ്റമാണ്. അവരെ പോലീസ് ബുക്ക് ചെയ്യും. പിന്നെ ക്യാമറകൾ റോഡിലെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ക്യാമറ പോലീസിന് വേണ്ടത്ര ഇല്ലാത്ത മൂലം വല്ല കച്ചവടക്കാരന്റെ പെട്രോൾ പമ്പിലെ കടകളിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് മാത്രമാണ് ആശ്രയം. പോലീസിന് റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് റോഡിൽ എല്ലാ ഇന്റർസെക്ഷനിലും പ്രധാനപ്പെട്ട റോഡുകളിലും 1 കിലോമീറ്ററിൽ ഒരു ക്യാമറയെങ്കിലും വെച്ച് പിടിപ്പിച്ച് അതിന്റെ മോണിറ്ററിംഗ് സമ്പ്രദായം കൺട്രോൾ റൂമിലേക്ക് കൊടുക്കണം. ജില്ലാ കൺട്രോൾ റൂമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറും കൺട്രോൾ റൂം വർക്ക് ചെയ്യും. സത്യാവസ്ഥ നമുക്ക് പുറത്തു വരും. അങ്ങനെ പോലീസിനെ ശക്തിപ്പെടുത്തി നമുക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. അതാണ്. എന്തായാലും ഒരു വ്യത്യസ്തമായ വാഹന അപകടങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നടന്നിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നിയമങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ വാഹനങ്ങളുമായി പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. അത് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, റോഡിലൂടെ പോകുന്നവർക്ക് കൂടി അത് അത്രത്തോളം സുരക്ഷിതമാവുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. വളരെ നന്ദി ഉപേന്ദ്രനാരായണൻ പ്രതികരിച്ചതിന്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക, ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും. ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബോട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേര് പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം.
വാർത്തകൾ തുടരുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് OP ബഹിഷ്കരണം തുടരാൻ KGMOയെ 24-ന് ജില്ലാവ്യാപകമായി OP ബഹിഷ്കരിക്കാനാണ് തീരുമാനം. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബിനോയ് കൃഷ്ണൻ വിശദാംശങ്ങളുമായി. ബിനോയ്, ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ ഡോക്ടറിനെതിരെ ഡോക്ടറാണ് ഇപ്പോൾ കുറ്റക്കാരി എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ KGMOയ്ക്ക് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോകാൻ കഴിയുന്നത്? കടുത്ത രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനാണോ തീരുമാനം? നീത, കടുത്ത പ്രതിഷേധമാണ് KGMOയെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധരായിട്ടുള്ള 3 ഡോക്ടർമാരടങ്ങുന്ന സമിതിയാണ് അന്വേഷണം നടത്തിയത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അതായത് സിസേറിയൻ നടത്തുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനമെടുക്കുന്നതിൽ ഡോക്ടർക്ക് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നീ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ സസ്പെൻഷൻ നടന്നതാണ്. അതേസമയം KGMOയെ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ്. അങ്ങനെ ഡോക്ടർമാരെ അങ്ങനെ ആക്രമിക്കാൻ അനുവദിക്കില്ല, അവരെ പ്രതിരോധിക്കും എന്നുള്ളതാണ് KGMO ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ഭാഗമായി OP ബഹിഷ്കരണം തുടരുകയാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നാളെ OP ബഹിഷ്കരിക്കും. 24-ന് ജില്ലാ വ്യാപകമായി OP ബഹിഷ്കരിക്കും. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ തുടർന്ന് ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടികളും ബഹിഷ്കരിക്കും എന്നാണ് KGMO ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഡോക്ടറെ സംരക്ഷിക്കുക എന്ന നിലപാടിലാണ് ഡോക്ടർമാർ KGMOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. നീത, ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്നാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. ഇതിലാണിപ്പോൾ OP ബഹിഷ്കരിച്ചുകൊണ്ട് KGMOയെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. 24-ാം തീയതി ജില്ലാ വ്യാപകമായുള്ളൊരു OP ബഹിഷ്കരണത്തിലേക്കാണ് പോകുന്നത്. ഈ സസ്പെൻഷൻ എത്രയും വേഗം പിൻവലിക്കണം. കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കാതെയാണ് സസ്പെൻഷൻ എന്നുള്ള തരത്തിലൊക്കെയാണ് ആദ്യ സമയങ്ങളിലൊക്കെ KGMOയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിനെയും പ്രതിചേർക്കാൻ ഒരുങ്ങി പോലീസ്. നേരത്തെ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതിചേർത്താണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത്. അതേസമയം ഇന്നലെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കത്രിക നാളെ കോടതിയിൽ ഹാജരാക്കും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3-അംഗ വിദഗ്ധ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രസവ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായതായി റിപ്പോർട്ടിൽ സൂചനയുണ്ട്. നേരത്തെ തന്നെ സിസേറിയൻ ചെയ്യാമായിരുന്ന സാഹചര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ അതിലേക്ക് കടക്കാൻ ഡോക്ടർ ബിന്ദു സുന്ദറിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പിന് കൈമാറി. നിലവിൽ സസ്പെൻഷനിലാണ് ബിന്ദു സുന്ദർ ഉള്ളത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും. ബിന്ദു സുന്ദറിന്റെ വിശദമായ മൊഴിയടക്കം വിദഗ്ധ സമിതി രേഖപ്പെടുത്തി. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക പരിശോധനയിൽ ബിന്ദു സുന്ദറിന് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കുഞ്ഞു മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്, ഗൈനക്കോളജി, അനസ്തേഷ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ അന്വേഷണത്തിന് നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പാലൂട് സ്വദേശിയായ നിരഞ്ജന ബിനിൽ ദമ്പതികളുടെ കുഞ്ഞ് മരണപ്പെടുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറുടെ നേതൃത്വത്തിലായിരുന്നു സിസേറിയൻ നടത്തിയത്. കൈക്കൂലി ആരോപണം കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തത്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ, ഇത്രയും വേട്ടയാടപ്പെടുന്ന മന്ത്രി വേറെയില്ല. സ്ത്രീയാണെന്ന സാമാന്യ പരിഗണന പോലും നൽകുന്നില്ലെന്നും വീഴ്ചകൾ ഇനിയും ഉണ്ടായേക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം. മുണ്ടായിസം കാണിച്ച് അതിന് പിന്തുണ കൊടുത്ത് അത് ശരിയാണെന്ന് വാദിക്കുന്ന വാദത്തോട് ചോദിക്കാൻ പറ്റും. ഇതൊന്നും കേരളത്തിൽ ഭൂഷണമല്ല. അവരോട് അഭിപ്രായ വ്യത്യാസം മൈക്ക് വെച്ചിട്ട് അവരെന്തും പറഞ്ഞു, അവിടെ പ്രവർത്തനത്തെ പറ്റി മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മനസ്സിലായി. ഈ കാര്യത്തിൽ അവർക്കൊരു ഇതിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ് പോകുമ്പോൾ എത്ര പേര് കേരളത്തിൽ ബോട്ടവളത്തിൽ വലിക്കും. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ നിന്ന് തുള്ളിത്തൊക്കെ വരും. എത്ര പേരാണ് വള്ളത്തിൽ പോയി അവിടത്തിൽ പോയി. സ്വാഭാവികം നമ്മൾ അതുകൊണ്ട് സഹായങ്ങൾ ചെയ്യും, നടപടി സ്വീകരിക്കും. നമ്മുടെ ഭാഗത്ത് വിഷയങ്ങളുടെ കർശനമായിട്ട് ഇടപെടും. ഓരോ മന്ത്രിമാരും അങ്ങനെയല്ല കൈകാര്യം ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരം ഇന്ന്. മുംബൈ സിറ്റിക്കെതിരെയാണ് ആദ്യ മത്സരം. അവസാന നിമിഷം വരെയും GCDയെയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നിലനിന്ന തർക്കം രാത്രിയിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പരിഹരിച്ചു. അതേസമയം ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്കിടയിലൂടെ വലിയ തോതിൽ മഴവെള്ളം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു
വീഴ്ച സംഭവിച്ചതായുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. GCDAയും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിലുണ്ടായ തർക്കമൊക്കെ ഇന്നലെ അവസാന സമയത്താണ് പരിഹരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാത്രിയിൽ മത്സരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ആദർശുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദർശ്, ഇന്നിപ്പോൾ ഹോം ഗ്രൗണ്ടിൽ മത്സരം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം പരിഹരിച്ചിട്ടുള്ളൊരു മത്സരം അല്ലേ? നീത, തീർച്ചയായും ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരം കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണമായി. ഇന്നലെ രാത്രി വരെയും ഈ മത്സരം ഇവിടെ തന്നെ നടക്കുമെന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. പിന്നീട് രാത്രി മന്ത്രി P രാജീവിന്റെ അതോടൊപ്പം തന്നെ GCDA ചെയർമാന്റെയും കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ഒക്കെ ഒരു യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് GCDA തയ്യാറായത്. പ്രധാനമായും വാടക കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മത്സരത്തെ ഒരുപക്ഷെ ഒരു അനിശ്ചിതത്തിലേക്ക് പോലും വിട്ടത്. പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപയ്ക്ക് ഈ മത്സരം നടക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയ്ക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കാമെന്നുള്ള നിലയിൽ ആദ്യം ധാരണയിലെത്തുകയും പിന്നീട് GCDAയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടിയപ്പോൾ ഈ യോഗത്തിലാണ് ഈ തുക പോരെന്നും 4,20,000 രൂപ ഒരു മത്സരത്തിന് വേണമെന്ന നിലയിലേക്ക് ഒരു തീരുമാനം എടുത്തത്. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ അതിന് വഴങ്ങിയില്ല. പിന്നീട് ഒരു തർക്കമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസ് പൂട്ടുകയും അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിനെത്തിയ ബ്ലാസ്റ്റേഴ്സ് അധികൃതരെയും മാധ്യമങ്ങളെ അടക്കം പുറത്താക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അധികൃതരും GCDAയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഈ മത്സരം പോലും മുടങ്ങും എന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നു. പിന്നീടാണ് മന്ത്രി P രാജീവ് അതോടൊപ്പം തന്നെ GCDA അധികൃതരുമെല്ലാം ഇടപെടുകയും ഒരു സമവായത്തിലെത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് ഈ മത്സരം മുടങ്ങാതെ തന്നെ ഇവിടെ നടക്കും. അതേസമയം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന മത്സരങ്ങൾ ഇവിടെ തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം അതിനുള്ള സാധ്യതകൾ ഒരുപക്ഷെ വിരളമാണ്. കാരണം മറ്റ് കോഴിക്കോട് പോലെയുള്ള മറ്റിടങ്ങളിൽ മത്സരങ്ങൾ നടത്തുന്നതിനെ പറ്റിയും ബ്ലാസ്റ്റേഴ്സ് അധികൃതർ ആലോചിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നത്തെ ആദ്യ മത്സരം, അതായത് ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരം ഇവിടെ തന്നെ നടക്കും, കൊച്ചിയിൽ തന്നെ നടക്കും. അതിൽ കൃത്യമായൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഒരു ആരാധകർ അല്ലെങ്കിൽ കാണികളെല്ലാം തന്നെ ഈ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് എത്താനും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് 7:30യോടെയാണ് ആദ്യ മത്സരം നടക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ സംഘർഷം. തൃക്കുന്നപ്പുഴ വലിയകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടിയത്. അതിക്രമങ്ങൾ പരിക്കേറ്റ് 10ഓളം പേരിൽ 2 പേര് നില ഗുരുതരമാണ്. BM ഇർഷാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഇർഷാദ്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഉത്സവത്തിനിടയിൽ ഇങ്ങനെയൊരു വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ആലപ്പുഴ തൃക്കുന്നപ്പുഴ വലിയ കുളങ്ങര ക്ഷേത്രത്തിന് സമീപം, അത് ഈ കുതിര നാളെ കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് ഈ കുതിര കെട്ടുന്ന ഒരു സംഭവമുണ്ട്. അതിനടിയിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ ഈ സംഭവം ഉണ്ടാകുന്നത്. 2 ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ, അതായത് ഈ മണ്ണാർശാലയിലുള്ള 2 ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ബാറിൽ വെച്ച് ഒരു വഴക്കുണ്ടാകുകയും അതിന് മുന്നോടിയായി തന്നെ ഈ തൃക്കുന്നപ്പുഴയിലെ വലിയകുളങ്ങര ക്ഷേത്രത്തിനടുത്ത് ഇവരെല്ലാം ഒത്തുകൂടുകയും ആ സമയത്താണ് ഈ പ്രകോപനമായ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിലൊരാൾ വിഷ്ണു എന്ന് പറയുന്ന ആളാണ് ഈ തോക്ക് ചൂണ്ടി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് 2 വട്ടം നിറയൊഴിക്കുകയോ ചെയ്തിരുന്നു. പക്ഷേ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. എങ്കിൽ തന്നെയും ബാക്കിയുള്ള ആ സുഹൃത്തുക്കളും മറ്റുള്ള നാട്ടുകാരും ചേർന്നിട്ട് ഇദ്ദേഹത്തെ അടിക്കുകയാണ്, പട്ടിയിൽ കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ഗുരുതരമായി പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പരിക്കേറ്റവരെ 10 പേരെയോളം തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റിയവരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് 2 പേർ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. കാര്യം ഈ പരിക്ക് പറ്റിയവർ അവിടുന്ന് ഈ പ്രതികളായിട്ടുള്ളവരാണ്. അവരെ അവിടെ നിന്നും വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ നിന്നും അവരെ മാറിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടാണ്. കായംകുളം DYSPയുടെ നേതൃത്വത്തിൽ കൂടുതൽ സംഘം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ശരി, ഇർഷാദാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.